ഹലോ, അസ്സലാമു അലൈക്കും. ദിനു ബ്ലോഗിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വരെ സുഖമല്ലേ? എനിക്കും എൻ്റെ കുട്ടികൾക്കും സുഖമാണ്. പിന്നെ ഞങ്ങളടുത്ത് ഒരു കോറിൻ്റെ അതിന് കേട്ടോ. ആ കോറി പറഞ്ഞാൽ ഒരു വലിയ പറമ്പേന് 2 ഏക്കർ സ്ഥലമല്ലേ. അത് വെട്ടിയിട്ട് വെട്ടലെടുത്തതാണ്. വെട്ടല് കോറിയാണ്. അങ്ങനെ വെട്ടുകല്ല് കോറി ആക്കിയിട്ട് അതിൽ ഒഴിഞ്ഞ ഒരുപാട് കാലങ്ങൾ. പിന്നെ അതിൻ്റെ മുതലാളി എന്ത് കാട്ടിയെന്നോ, JCB കൊടുന്ന് മാന്തി പൂള നട്ടാണ് കൂട്ടറേ ഈ കാണുന്നത് കേട്ടോ. എന്താ വെച്ചാൽ എന്താ അതിൻ്റെ ഒക്കെ ഒരു കോലം അറിയങ്ങൾ. എത്രങ്ങാനും പൈസയ്ക്ക് ചിലവാക്കിക്കണ അറിയങ്ങൾ. അതൊന്നും ഇനി ഒരു 5 പൈസയും കിട്ടാനില്ലാത്ത വകുപ്പാണ്. ഒക്കെ നശിപ്പിച്ചു. ആരെന്നല്ല നിങ്ങൾക്ക് അറിയേണ്ടത്, നമ്മളെ പൊന്നു ചങ്ങാതിമാരെ പന്നിക്കുട്ടന്മാർ രാത്രി വന്നിട്ട് ഒക്കെ കണ്ടോളൂ. നിങ്ങളൊക്കെ നസിക്കുസിയാക്കി അപ്പോഴും ഇങ്ങനെ ഓടി വരികയാണ് ഓല്. ആരും കാണൂലല്ലോ രാത്രി വന്നാൽ. കണ്ടോ മനുഷ്യന്മാർ പറിച്ചമാരി കാട്ടിക്കണോ കണിങ്ങൾ കാട്ടിക്കണം. ഇപ്പം ഇത് 2-3 ദിവസം കൊണ്ട് കാട്ടിയാണ് കേട്ടോ. അനവധി പൂള നശിപ്പിച്ചിക്കണം. ഞങ്ങൾ കുത്തിയെന്ന് തന്നെ ഞങ്ങൾ അയാളോട്, ഇതിൻ്റെ മുതലാളിനോട് പറഞ്ഞു കേട്ടോ, വേണ്ട കുഴിച്ചിട്ടുണ്ട കാര്യം ഉണ്ടാവില്ല കേടുത്ത. അപ്പം അയാൾ പറഞ്ഞു നമുക്കുണ്ടായതിൻ്റെ ബാക്കി മതി. പറഞ്ഞ പോലെ തന്നെ ആരോട് പറഞ്ഞാൽ അവർ കേൾക്കൂല, വെറുതെ കാശ് ചെലവാക്കല്ലേ. JCB ഒക്കെ വന്ന് JCB 3 ദിവസം മാന്തിയിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. പൂർണ്ണമായിട്ട് നശിപ്പിച്ച കോലാണ്. ഇനി അധികമൊന്നുമില്ല, ഇനി ഒരു 1/4 ഭാഗമൊക്കെ ഉള്ളൂ. അതല്ലാത്തൊക്കെ നശിപ്പിച്ചു. പിന്നെ പന്നിയാളെ ശല്യം തന്നെ. ഞങ്ങൾ ചേമ്പും ചേനയൊന്നും തിന്നിട്ടില്ല. അടുത്താണ് എൻ്റെ വീട് കേട്ടോ. എൻ്റെ വീടട്ടാ കാണുന്ന കണ്ടോളിട്ടോ. ചെറിയൊരു വാർപ്പുമരയാണ്. ആ വാർപ്പുമര പിന്നെ ഒക്കെ അവിടെയും ഇവിടെയൊക്കെ പൊളിഞ്ഞ് ചാടൽ തുടങ്ങിക്കണോ. വേറെ സത്യം കണ്ടോ, ദാർപ്പായിട്ടതാണ് അതിൻ്റെ ചുറ്റോറും. ഞങ്ങളെ സൗകര്യത്തിന് ചെറിയൊരു വീട് ഉണ്ടെങ്കിൽ ഞങ്ങൾ പൂളങ്ങോട്ട് മാന്തിട്ടിട്ട് നിങ്ങൾക്ക് ആൾക്കാർക്കൊന്ന് കാണാലോ. അത് പിടിച്ചെന്നാൽ ഇങ്ങനെ ഉണ്ടാവും പന്നിക്കുട്ടന്മാർ. ഒരു വരുന്നൊന്നും നമ്മൾ കാണൂലേ. ആകെ നശിപ്പിച്ചുകൊണ്ട് ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് നശിപ്പിച്ചില്ലേ. ഇനിയിപ്പോൾ എന്താ കാര്യം വന്നു. ഇനി നാളെ വരും. ഇന്നലെ വന്നിട്ടില്ല, മിനിഞ്ഞാന്ന് വന്നിക്കുന്നു. ഇതൊക്കെ അതിന് ചുറ്റുള്ള വീടുകളാട്ടോ. ഞങ്ങൾ വീടിൻ്റെ ചുറ്റും നിറച്ച് ഒരുപാട് വീടുകളുണ്ട്. കുറേ അധികം കൂടുതലും വലുതാണ്. ഞങ്ങളത് മാത്രമേ ഉള്ളൂ ചെറിയൊരു കൊട്ടാരം. നമുക്ക് മതി കേട്ടോ. അൽഹംദുലില്ലാ. അതുപോലെ ഞാടുമ്പോഴല്ലേ 4 പുറം ചാടൽ ഇറങ്ങിക്കണം. ഒരു ഭാഗം എപ്പോഴും തേച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ കണ്ടോ, ഞങ്ങളെ വീടാണിത്. ഞങ്ങളെ വീടാട്ടോ. ഈ കറുത്ത ടാങ്ക് കാണുന്നതൊക്കെ ആകെ മാന്തി തിരപ്പെടുത്തി പോയിക്കണോല്. ഇങ്ങനെ ഉണ്ടോ പന്നിയാളെ ശല്യല്ലേ. ഞാൻ ആദ്യമായിട്ട് കാണാണ് ഇവിടെ. ഇങ്ങനെ വന്ന് ഒരാഴ്ച ആയി തുടങ്ങിയിട്ട് കേട്ടോ. ഒരാഴ്ച മാന്തിയപ്പോൾ അയാൾ വന്ന് കണ്ട് എന്ത് കെട്ടിയതുണ്ടോ. ഇങ്ങനെയാണ് പോലെ മാന്തിയത്. ഇതിപ്പോൾ എന്ത് വന്നിട്ട് പോയിട്ടുണ്ടോ. ഒരുപാട് നശിപ്പിച്ച് വെക്കണ. ഇനി ഇതിലെന്താ ബാക്കില്ല, ഒന്നുമില്ല. എന്താ ഓലെ പിന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വഴിയടച്ചതാണ്. ഇതുണ്ടോ നെറ്റ് കൊടുന്ന് കെട്ടിയിട്ടൊന്നൊരു കാര്യമില്ല. അത് അയാൾക്കും കൂടെ തിരിയണ്ടേ. എന്താ കോലല്ലേ. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്. പൂള കുത്തിയിട്ട് പൂള ഇങ്ങനെ തെളിച്ച് വന്നപ്പോഴേ അധികം വളമൊന്നും ഇട്ടിട്ടില്ല. കുഴിച്ചിട്ട് പോലും അങ്ങനെ കുത്തി JCB മാന്തിയിട്ട് എന്നിട്ട് പോലും എന്ത് കട്ടി ഒരു പ്രാവശ്യമായിട്ട് വളമിട്ടു. പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു മിച്ചറിട്ടു. ആ മിച്ചറിട്ട് 4-ാം ദിവസം തുടങ്ങിയിരിക്കുന്നു ഈ പന്നിക്കുട്ടന്മാർ ഈ പണിയെടുക്കൽ തുടങ്ങിയിട്ട്. അതോടുകൂടി പിന്നെ അയാൾ ഇതിലേക്ക് വന്നിട്ടില്ല. കണ്ടോളിങ്ങൾ ആകെ നശിപ്പിച്ച് കൊടുത്തിറങ്ങാന സ്ഥലമാണ്. ഒക്കെ കൽവെട്ടി കണ്ട് തട്ടിയാണ്. കല്ല് വെട്ടി പോയത്. എന്നൊക്കെ എൻ്റെ പുതിയാപ്പിളക്ക് ഇതിൽ പണിയുണ്ടായിരുന്നു. ഉണ്ടോ, നിങ്ങളൊക്കെ അതൊന്ന് കാണിച്ചു തരാച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതെന്ന്. എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ വേണ്ടേ. ഏതായാലും യൂട്യൂബ് തുടങ്ങിയില്ലേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്കും ചെയ്യണേ. ബെൽ ബട്ടനൊക്കെ ഒന്ന് അമർത്തിയിട്ടേ, എന്നെങ്കിലല്ലേ നമ്മളിതിപ്പോൾ പുനർജന്മം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ
ജീർണിച്ച് കിടക്കില്ല. അങ്ങനെ കിടന്നാൽ പറ്റൂല. കണികൾ എത്രങ്ങാനും സ്ഥലം നശിയാക്കി ഉണ്ട്. അപ്പം അവർക്കൊക്കെ നശിപ്പിച്ചു പോകണം കേട്ടോ. വേറെ എന്തൊക്കെ നിങ്ങൾക്കൊക്കെ സുഖമല്ലേ? അങ്ങനെ പോകണം. ഞാൻ അങ്ങേ തിളക്കണ്ടേ കോറി വെട്ടിയപ്പോഴേ മീൻ വളർത്താന്ന് പറഞ്ഞാണ്ട് ഒരു കിണറാണെന്ന് പറഞ്ഞാണ്ട് കുറച്ച് സ്ഥലം അവിടെ ഒഴിവാക്കിയിട്ട് പോകണം. അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഒന്ന് കാണണം. നശിപ്പിച്ചിക്കാണ് ഇതൊക്കെ. കുറച്ചോനെ ഇതൊക്കെ കണ്ടിട്ട് എത്രങ്ങാനും പൈസ ഉണ്ടെന്ന്. ഇന്നലെയും വന്നിക്കണം. ഇന്നലെ കേട്ടോ. ഇന്നലെ വന്നിട്ട് കാട്ടിക്കണുണ്ടോ. ഞാൻ ഇന്നലെ വന്നിട്ടില്ല, രാത്രി എത്തിക്കണം. ഇത് ഇന്നലെ കാട്ടിയാട്ടോ. മിഞ്ഞാന്ന് വന്നുകൊണ്ടാണ് ഞങ്ങളെ ഭാഗമൊക്കെ കാട്ടിക്കണേ. ഇതൊക്കെ ഇന്നലെ വന്ന് കാട്ടിയ എന്തോ ഒരു കഷ്ടം. ഇതാണ്ട പൂവുണ്ടാവണമെന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് തന്നെ കാട്ടുകയാണ്. ഇതൊക്കെ നിങ്ങൾ ഇത് ഇന്നലെ കാട്ടിയതാണ്. അതിൻ്റെ വേര് മാത്രം തന്നിട്ട് പോല് പോവുകയാണ്. കണ്ടോ, ഇത്രയുള്ള കാര്യം. മനുഷ്യന്മാരത് ഇതാണ് ഞാൻ പറഞ്ഞ കിണർ കേട്ടോ. ഇതാണ് ഇത്ര കിണർ. മീൻ വളർത്താൻ വേണ്ടിയിട്ടാണ് പോലെ. അയാൾക്ക് പിരാന്തല്ല എന്താ. പക്ഷെ മൈദ വെള്ളം ഒഴിച്ചു കേട്ടോ, നല്ലപോലെ മൈദ. ഇപ്പം അതിലാണ്ടിയിൽ ഇത്തിരി വെള്ളമാണ് കാണുന്നില്ലേ. വേറെന്തൊക്കെ പന്നിയാൾ വരണ്ടാവെന്ന് പറഞ്ഞാൽ വെജ് ഒഴിച്ചിട്ട് ഇതേമാതിരില്ല സ്ഥലേന് കേട്ടോ. അതൊക്കെ വെട്ടി ഇങ്ങനെ കോറിയാക്കി കൊടുക്കുന്നതാണ് അയാൾ. കണ്ടോ എൻ്റെ ചുറ്റുവട്ടൊക്കെ കാണിങ്ങൾ ഇതേപോലെ സ്ഥലേനും. ഇപ്പം അത് നല്ല നിരന്ന സ്ഥലമാണ്. ഞങ്ങൾക്കിപ്പോൾ ശല്യമൊന്നുമില്ല. പിന്നെ പാമ്പും ശരി ഞങ്ങളോടെ ഉണ്ടല്ലാണ്ട് കുട്ടികൾ. അപ്പോൾ ആ കുട്ടികൾക്കൊന്നും ഇപ്പോൾ ശല്യമൊന്നുമില്ല. കാരണം പൂളെത്തിയോണ്ട് വല്ലാതെ ആരും ഇതിക്ക് വരില്ല. ഈ പന്നിയാൾ രാത്രി വരുന്നില്ല. വെളിച്ചം കണ്ടാവില്ല പോകട്ടോ. ഞങ്ങൾ പിന്നെ നായ്ക്കളൊക്കെ ഒന്ന് കുറക്കുമ്പോൾ ടോർച്ചൊക്കെ അടിച്ച് നോക്കിയാൽ, ടോർച്ചടിച്ചാൽ ടോർച്ചിൽ വേറെ കാര്യം. ഫോൺ കൊണ്ട് അടിച്ചാൽ അന്ന് പിന്നെ കുറച്ച് സ്ഥലം മാന്തിക്കാണ്ട് പോയിട്ടുണ്ടാവുക. നമ്മൾ കടക്കണീൻ്റെ ഇടയ്ക്കൊക്കെ അറിയുകയാണെങ്കിൽ നമ്മൾ കടന്ന് കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ട് കാര്യമില്ല. പോലും പോലെ പണിയെടുത്ത് പോകും. അന്നാണ് ഒരുപാട് മാന്തിട്ടിട്ടുണ്ടാകും. അപ്പോൾ അത് 5-ാമത്തെ ദിവസമായിട്ടാണ് മാന്തന് കേട്ടോ. ഒരു ദിവസം ഞങ്ങൾ കണ്ടിക്കണ് വന്നയാളെ ഞങ്ങളടുത്ത് എൻ്റെ കുട്ടി 6 മണിക്ക് മദ്രസക്ക് പോകും. ആ മദ്രസക്ക് പോകുന്ന നേരത്ത് ഒന്നാണ്ട് ഓടി നടക്കണം. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ റോട്ട് മന്ത് 3 നിൽക്കണം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നിട്ട് കേട്ടോ. അപ്പോൾ ബായ്. ഓക്കെ, എന്നാൽ അസ്സലാമലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തി. ഓക്കെ, ശരി, അസ്സലാമലൈക്കും.